നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയിയുടെ മൃതദേഹം 3-ാം ദിവസമായി ഇന്ന് കണ്ടെത്തി. പഴവങ്ങാടി തകരപ്പറമ്പിന് പുറകിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലമാണിത്. നാവികസേനയുടെ മുന്നൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ രാവിലെ തുടങ്ങിയതിനു പിന്നാലെയാണ് മൃതദേഹം തകരപ്പറമ്പിൽ ചിത്ര ഹോമിന് പിന്നിലെ കനാലിൽ പൊങ്ങിയത്. പോലീസും ഫയർഫോഴ്സും എത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. മൃതദേഹം ജീർണാവസ്ഥയിലാണ്. കടലിനടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ നാവികസേന ഉപയോഗിക്കുന്ന സോണാർ ഉപയോഗിച്ച് തെരച്ചിൽ രാവിലെ തുടങ്ങിയിരുന്നു. ഇന്നലെ രാത്രിയോടെയായിരുന്നു നേവിയുടെ 7-അംഗ സംഘം സ്ഥലത്തെത്തിയത്. എന്നാൽ ഇതോടെ വീണ്ടും മേയർ ആര്യ രാജേന്ദ്രന്റെ പിടിപ്പുകേട് ചർച്ചയാവുകയാണ്. ആമയിഴഞ്ചാൻ ദുരന്തത്തിൽ കൂട്ടുത്തരവാദിത്ത പ്രശ്നങ്ങളുണ്ട്. ഇതാണ് വസ്തുതയെന്നിരിക്കെ ആ തോട്ടിലെ മാലിന്യമെല്ലാം റെയിൽവേക്ക് നൽകിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. തോട്ടിലെ റെയിൽവേയുടെ മാലിന്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രസ്താവന വിവാദമായി. മാലിന്യ കൂമ്പാരം തൊഴിലാളിയെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന സാഹചര്യത്തിലാണിത്. മാലിന്യ നീക്കത്തിൽ റെയിൽവേയെ മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തിയപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് ദക്ഷിണ റെയിൽവേ ADRM വിജി MR ഇതിനോട് പ്രതികരിച്ചത്. ഇതിനൊപ്പം മാലിന്യമെല്ലാം റെയിൽവേയുടേതാണെന്ന മേയറുടെ പ്രതികരണവും നിഷേധിച്ചു. കഴിഞ്ഞ 4 കൊല്ലമായി പ്രത്യേകിച്ച് യാതൊന്നും ആര്യ നഗരത്തിനു വേണ്ടി ചെയ്തതായി അറിവില്ല. ആര്യയ്ക്ക് മുമ്പ് ജനത്തെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് K ചന്ദ്രിക എന്ന മേയറായിരുന്നു. ഇവരുടെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് വിളപ്പിൽശാലയിലെ മാലിന്യ സംസ്കരണ ഫാക്ടറി പൂട്ടിയത്. നഗരത്തിലെ മാലിന്യ പ്രശ്നം രൂക്ഷമായിട്ട് ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായി. വിളപ്പിൽശാല പൂട്ടിയതോടെ വികേന്ദ്രീകരണ സംവിധാനം ആരംഭിച്ചെങ്കിലും ഒന്നും ഫലപ്രദമായി മുന്നോട്ടു പോയില്ല. ജനങ്ങളുടെ സഹകരണവും തീരെ കുറവാണ്. നഗരവാസികളും ഇവിടെ വന്നു പോകുന്നവരും റോഡിലും ആമയിഴഞ്ചാൻ തോട്ടിലും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് സംസ്ഥാന നഗരത്തെ കുപ്പത്തൊട്ടിയാക്കി മാറ്റി. മാലിന്യ സംസ്കരണം പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് തിരുവനന്തപുരം നഗരസഭ ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണ് റെയിൽവേ സ്വന്തം നിലയ്ക്ക് അത് ചെയ്തത്. മതിയായ സുരക്ഷാ സംവിധാനമില്ലാതെ മാലിന്യം നീക്കം ചെയ്തതുകൊണ്ടാണ് ജോയ് എന്ന കരാർ തൊഴിലാളി മാൻഹോളിലോ റെയിൽവേയിലെ അടിയിലെ തുരങ്കത്തിലോ അകപ്പെട്ടത്. ഈ അനാസ്ഥ CPM-നെ തലസ്ഥാന നഗരത്തിന്റെ ഭരണസാരഥ്യത്തിൽ നിന്ന് ഇറക്കിവിടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ്. നിലവിൽ നഗരസഭയ്ക്കെതിരെ കടുത്ത വിമർശനമാണുള്ളത്. മേയറും ഭർത്താവും ചേർന്ന് നഗരമധ്യത്തിൽ KSRTC ബസ് തടഞ്ഞതോടെ ജനം വെറുത്തിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടം. മേയറുടെയും ഭർത്താവിന്റെയും പ്രവർത്തനത്തെ CPM ജില്ലാ കമ്മിറ്റി ശക്തമായി വിമർശിച്ചു. ഒരു ചാൻസ് കൂടി മേയർക്ക് കൊടുത്തിരിക്കുകയാണ് നിലവിൽ. അതും കുളമാക്കി കഴിഞ്ഞു. പ്രാദേശിക തലങ്ങളിൽ പാർട്ടി പ്രവർത്തകരിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.